ഹായ് ഓൾ, നിങ്ങളെല്ലാവരും പ്ലസ് വണ്ണിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പ്ലസ് വണ്ണിൽ പ്രവേശിച്ചപ്പോൾ നിങ്ങൾ കണ്ട ഒരു വിഷയമായിരിക്കും പ്ലസ് വണ്ണിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് പലർക്കും അറിയത്തില്ല. അപ്പം അതിനൊരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ കാണും ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്താണ് പറയുന്നത്? ഒരു ഡേറ്റ, നമ്മുടെ ഔട്ട്സൈഡ് ഉള്ള ഒരു ഡേറ്റ എങ്ങനെ കമ്പ്യൂട്ടർ റെപ്രസെന്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണെന്ത്? ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഇനി പോട്ടെ, ഇനി സെക്കൻഡ് ചാപ്റ്റർ വരികയാണ്. സെക്കൻഡ് ചാപ്റ്റർ എന്താ പറയുന്നത്? കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ. അഥവാ നമ്മുടെ കമ്പ്യൂട്ടറിലെ പല പാർട്സുകളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ തന്നെയാണെന്ത്? കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ. അഥവാ നമ്മുടെ എന്താണ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ്, ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് എല്ലാം വിശദമായിട്ട് അത്രയും ഡെപ്തായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണെന്ത്? കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത തേർഡ് ചാപ്റ്റർ വരികയാണ്. തേർഡ് ചാപ്റ്റർ മുതൽ ഏകദേശം 7ാമത്തെ ചാപ്റ്റർ വരെ എന്താണ്? പക്ക പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിൻ്റെ ബേസിക് മുതൽ അങ്ങ് അറ്റം വരെയുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ പഠിക്കുന്നുണ്ട്. +1 +2 ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് പ്രോഗ്രാമർ ആക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ എവിടെയുണ്ട്? +1 +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് ഡിവൈസസ് ഏതൊക്കെയാണ്, ഒരു നെറ്റ്വർക്കിന് കണക്ട് ചെയ്യാം എന്നുള്ള പല കാര്യങ്ങളും തിയറിറ്റിക്കലായിട്ട് പഠിക്കുന്ന, അഥവാ നമുക്കൊരു നെറ്റ്വർക്ക് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുന്നതിന് മുന്നായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ തിയറിറ്റിക്കൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പഠിക്കുന്നുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ വരട്ടെ, ഇന്റർനെറ്റിലാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇന്റർനെറ്റ് ഹിസ്റ്ററി, ഇന്റർനെറ്റ് എങ്ങനെ ഉണ്ടായി, ഫസ്റ്റ് ഫോം ഓഫ് ഇന്റർനെറ്റ് ആർപ്പാനെറ്റ്, അങ്ങനെയുള്ള ഈ ബേസിക് കാര്യങ്ങൾ മുതൽ അങ്ങ് ഇന്റർനെറ്റിന്റെ എല്ലാ കാര്യങ്ങളും, സോഷ്യൽ മീഡിയ എന്താണ്, ഇമെയിൽ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണിത് ഇന്റർനെറ്റ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് IT ആപ്ലിക്കേഷൻ. IT ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ പേര് പോലെ തന്നെ ഐടിയുടെ ആപ്ലിക്കേഷൻ. അഥവാ നമ്മുടെ കമ്പ്യൂട്ടറിൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഗവർണൻസ്, ഈ കമ്പ്യൂട്ടിങ്, ഈ ലേണിംഗ്, അങ്ങനെ പല ടൂൾസുകൾ നമ്മുടെ ITയിൽ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായിട്ടുള്ള റിലേറ്റഡ് ICTയിൽ പഠിക്കുന്നുണ്ട്. ICT റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ബെനിഫിറ്റ്സുകൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണിത് IT ആപ്ലിക്കേഷൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ +1 +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? നിങ്ങളെ ബെസ്റ്റ് പ്രോഗ്രാമർ ആക്കുക. ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നതിന് ബെനിഫിറ്റ്സ് എന്താണ്? നിങ്ങൾ ബെസ്റ്റ് പ്രോഗ്രാമർ ആക്കുക. C++ പ്രോഗ്രാമിന്റെ A to Z കാര്യങ്ങൾ പഠിക്കുക. പിന്നെ നമ്മുടെ ഈ കമ്പ്യൂട്ടർ കമ്പോണൻസുകൾ പഠിപ്പിക്കുക. അഥവാ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഒരു ബേസിക് ഐഡിയ തരുന്ന ഒരു സിലബസ് തന്നെയാണെന്ന് +1 +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള എന്താണ്? നമ്മൾ ചാപ്റ്റർ ആണെങ്കിൽ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ യുവ ബാച്ചിൽ +1 യുവ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ യുവ ബാച്ചിൽ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക യുവ കൊമേഴ്സ് ബാച്ച്.